അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മുട്ടുവേദന കാണുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. മുമ്പ് പറഞ്ഞാൽ വേദന മാറ്റുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക ആ രീതിയിലുള്ള ചിന്തകളാണ് കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു ഭാഗം തേഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ തിരിച്ച് പഴയതുപോലെ നമുക്ക് തേയ്മാനം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അത്രയും റിസൾട്ട് വരാൻ കാരണം നമ്മളെ ശരീരത്തിൽ തന്നെ എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും. അതെ, തീർച്ചയായും. നമുക്കെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനം അതാണ്. നമ്മൾ ഇതിൽ പുറത്തുനിന്ന് ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഒരു മെഡിസിൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻ ആണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിൽ വരുന്നില്ല. കാരണം നമ്മളെ രക്തത്തിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നിഷാദ് സാറാണ്. കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയറിലെ ചീഫ് പെയിൻ ഫിസിഷ്യനാണ്. നമ്മൾ ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വേദന കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. അത് നടുവേദന ഉണ്ട്, മുട്ടുവേദന ഉണ്ട്, ഊരവേദന, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വേദനകളോട് എന്താണ് നമ്മളെ കാലം കഴിച്ചുകൂടുക അല്ലെങ്കിൽ നമ്മളെ ജീവിതം തള്ളി നീക്കാൻ തന്നെ പറയുന്ന രൂപത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുട്ടുവേദനയും റീജനറേറ്റീവ് തെറാപ്പിയും. അത് ഒരുപാട് ആളുകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അത് നമുക്ക് സാറോട് ഡിസ്കസ് ചെയ്യാം. ഹായ് സാർ, നമുക്ക് പിന്നെ പല ആളുകളും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുട്ടുവേദനയായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അവരെ പരിപാടികളൊക്കെ മുടങ്ങണം. അതും പ്രായമുള്ള 10-70 വയസ്സുള്ള ആളുകളല്ല, ഒരു 25-30 വയസ്സിൻ്റെ ചോടെ തന്നെ മുട്ടുവേദന വരെയും ഭയങ്കര ബുദ്ധിമുട്ടാവുക. ഇതിനെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ചികിത്സയിൽ നമുക്ക് ഇതൊരു പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത്. മുട്ടുവേദന മുട്ടുവേദനയ്ക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ മുട്ടുവേദന നമുക്ക് തേയ്മാനത്തിൻ്റെ ഭാഗം, എല്ലാ മുട്ടുവേദനയും തേയ്മാനമല്ല. മുട്ടുവേദനയ്ക്ക് ചിലപ്പോൾ പരിക്കുകളാവാം, ലിഗമെൻറ്റിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള വാഷർ പോലെയുള്ള മെനിസ്കസ് പോലെയുള്ള സാധനങ്ങളുടെ പരിക്കുകളാവാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മുട്ടുവേദന കാണുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ഏത് രീതിയിലുള്ള മുട്ടുവേദനയാണെങ്കിലും അത് തുടക്കത്തിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തുക, അതിന് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചികിത്സയാണ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരുപാടായി കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരുപാട് നല്ല റിസൾട്ടുകളും കൊടുക്കുന്നുണ്ടെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ടൊരു മനസ്സിലായിട്ടില്ല. ഇപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. മെഡിസിനിൽ വളരെ പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യാലിറ്റിയാണ് റീജനറേറ്റീവ് മെഡിസിൻ. എന്താണ് റീജനറേറ്റീവ്? നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ തേയ്മാനം വന്നു അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ച് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ മുമ്പ് ആലോചിച്ചിട്ടില്ല. മുമ്പ് പറഞ്ഞാൽ വേദന മാറ്റുക അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക ആ രീതിയിലുള്ള ചിന്തകളാണ് കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു ഭാഗം തേഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ തിരിച്ച് പഴയതുപോലെ നമുക്ക് തേയ്മാനം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന. ആ രീതിയിലാണ്, അതായത് അതിനാണ് റീജനറേറ്റീവ് മെഡിസിൻ. റീജനറേറ്റ് ചെയ്യുക, നമ്മുടെ ബോഡീനെ കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് മെല്ലെ മെല്ലെ പരിക്ക് പറ്റിയ ഭാഗങ്ങൾ റീജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് റീജനറേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സാധാരണ രീതിയിൽ രോഗിയുടെ തന്നെ രക്തകോശങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾക്ക് എവിടെയാണോ പരിക്ക് പറ്റിയത് അവിടെ നമ്മൾ നേരിട്ട് എത്തിച്ച് അത് റിപ്പയർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. പൊതുവേ നമുക്കൊരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ലിഗമെൻറ്റ് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞു, അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് റിപ്പയർ ചെയ്യാൻ ശരീരത്തിനൊരു കഴിവുണ്ട്. അപ്പോൾ പൊതുവേ അത് ചെറിയൊരു പരിക്കൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പൊതുവേ ശരീരം തന്നെ റിപ്പയർ ചെയ്യും. പക്ഷേ അതിൻ്റെ ലിമിറ്റിൽ നിൽക്കാതെ വരുമ്പോൾ, അതായത് നമുക്ക് കുറച്ച് പരിക്കായിട്ട് കുറച്ചായി, ഒരു 3 മാസമായി, എന്നിട്ടും അത് റിപ്പയർ ആവുന്നില്ല, അല്ലെങ്കിൽ തേയ്മാനം നമുക്ക് തുടങ്ങി എന്നിട്ടും ഇപ്പോൾ വേദന മാറുന്നില്ല, ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുക്കുക. അതിൽ നമ്മൾ എന്താ വെച്ചാൽ എന്താണോ, അതായത് ശരീരത്തിൽ ഈ റിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റീജനറേറ്റീവ് മെഡിസിൻ ഉപയോഗിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ്. ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. അത് രക്തകോശമാണ്, അതായത് ബ്ലഡിൽ കാണുന്ന സാധാരണ രക്തത്തിൽ കാണുന്ന കോശങ്ങളാണ് ഈ പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റിനുള്ളിൽ നിറച്ച് ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളർച്ചാ ഘടകങ്ങൾ. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾ, പല കോശങ്ങളെയും, അതായത് അത് ടെൻഡൻ്റെ ആവാം, മസിൽസിൻ്റെതാവാം, എല്ലിൻ്റെതാവാം, അതുപോലെയുള്ള കോശങ്ങളെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഘടകങ്ങളാണ് ഈ വളർച്ചാ ഘടകങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് മുഴുവനായിട്ട് നിൽക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഉള്ളിലാണ്.
അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് ഈ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. പ്രത്യേക മെഷീൻ ഉപയോഗിച്ചിട്ട് അത് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അതിനാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് PRP. അപ്പോൾ PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ്. അപ്പോൾ അതിലാവുമ്പോൾ നമ്മൾ ഈ വളർച്ചാ ഘടകങ്ങളെല്ലാം ഉണ്ടാവും. അത് നേരിട്ട് ആ പ്രശ്നമുള്ള ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മുട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മുട്ടിൻ്റെ ലിഗമെൻ്റ് ആണ് പ്രശ്നങ്ങൾ. മുട്ടിൻ്റെ ലിഗമെൻ്റ് പരിക്കുള്ള ഭാഗത്ത് നേരിട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഈ തേയ്മാനാണ് പറയുന്നത്. തേയ്മാനം എന്ന് പറയുന്നത് മുട്ടിൻ്റെ എല്ലിൻ്റെ ഭാഗത്തുള്ള തരുണാസ്ഥി, അതായത് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയും. ആ കാർട്ടിലേജ് ദ്രവിച്ചു പോകുന്നതിനാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദ്രവിച്ചു പോയ ഭാഗം, തുടക്കത്തിൽ ആ ദ്രവിച്ചു പോയ ഭാഗമാണെങ്കിൽ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗത്ത് തന്നെ ഈ PRP കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ശരീരം അവിടെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം സ്റ്റെം സെൽസ് എന്ന് പറയും, അതായത് ശരീരത്തിൽ റിപ്പയർ ചെയ്യുന്ന സെൽസിനാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഈ സ്റ്റെം സെൽസിനെല്ലാം അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. ഈ വളർച്ചാ ഘടകങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവ എല്ലാം കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു പരിക്ക് റിപ്പയർ ചെയ്യാനുള്ള പ്രവർത്തനം തുടങ്ങും. അങ്ങനെയുള്ള ആ ഒരു പരിക്ക് മാറ്റിയെടുക്കുന്ന ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇത് അത്രയും റിസൾട്ട് വരാൻ കാരണം നമ്മളെ ശരീരത്തിൽ തന്നെ എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും. അതെ, തീർച്ചയായും. നമുക്കെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനം അതാണ്. നമ്മൾ ഇതിൽ പുറത്തുനിന്ന് ഒരു സാധനം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ പുറത്തുള്ള ഒരു മെഡിസിൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻ ആണോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതിൽ വരുന്നില്ല. കാരണം നമ്മളെ രക്തത്തിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. റീജനറേറ്റീവ് മെഡിസിൻ ഇത് മാത്രമല്ല, സ്റ്റെം സെൽ തെറാപ്പി ഉണ്ട്. സ്റ്റെം സെൽസ് നേരിട്ട് എടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ബോൺ മാരോയിൽ നിന്നോ അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്നെല്ലാം ഈ സ്റ്റെം സെൽസ് എടുത്ത് നേരിട്ട് ചെയ്യുന്നതും റീജനറേറ്റീവ് മെഡിസിനാണ്. അപ്പോൾ റീജനറേറ്റീവ് മെഡിസിനിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയാലും ഒന്ന് PRP ആണ്, രണ്ടാമത്തെ സ്റ്റെം സെൽസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PRP ട്രീറ്റ്മെന്റ് ആണെങ്കിലും സ്റ്റെം സെൽസ് ആണെങ്കിൽ രണ്ടിന്റെയും പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഒരേ രീതിയിലാണ്. അതായത് സ്റ്റെം സെൽസിന്റെ പ്രവർത്തനം കാരണം ഏത് കോശങ്ങളാണോ നശിച്ചു പോയിട്ടുള്ളത് അതിനെ പുനരുജ്ജീവിപ്പിക്കുക. നമ്മളിപ്പോൾ ഒരു ചെടി നശിച്ചു പോയാൽ അതിനെ കട്ട് ചെയ്തതിന് വേറെ രീതിയിൽ ഇംപ്ലാന്റ് ചെയ്തത് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ ഈ എവിടെയാണോ പരിക്ക് പറ്റി അവിടെ നല്ല പുനർജീവിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് റീജനറേറ്റീവ് മെഡിസിനിൽ വരുന്നത്. സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും, കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. അതായത് ഈ PRP എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിക്കൊള്ളണം ഇല്ല. കുറച്ച് പിന്നെ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും കുറച്ചുകൂടി ടൈം ടേക്കിംഗ് ആയിരിക്കും. അതെ, എല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് റീജനറേറ്റീവ് തെറാപ്പിയിലൂടെ നമുക്ക് മുട്ടുവേദന തുടക്കത്തിലെ ചികിത്സ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇതിന് വയസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത് ആർക്ക് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. എന്ന് വെച്ചാൽ നമ്മളെ ഈ മുട്ട തേയ്മാനത്തിൽ ആർക്കൊക്കെ PRP ചെയ്താൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല. സാധാരണ ഏത് തരത്തിലുള്ള റിപ്പയർ ആണെങ്കിലും എപ്പോഴും യങ് ആയിട്ടുള്ള ഏജിൽ ചെയ്യുമ്പോൾ എപ്പോഴും റിസൾട്ട് നല്ലതായിരിക്കും. നമ്മൾ പ്രായം വെച്ച് നോക്കുമ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ റിപ്പയർ കപ്പാസിറ്റി കുറയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ മുട്ടിന്റെ തേയ്മാനത്തിന് ചികിത്സ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ അതിന്റെ ഏത് സ്റ്റേജിലാണ് തേയ്മാനം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതാണ് ഏർലി സ്റ്റേജിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അതായത് നമ്മൾ മുട്ട തേയ്മാനം നിന്നിട്ടുള്ള ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിങ് ചെയ്യാൻ പറ്റും. ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഗ്രേഡ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. 1ഉം 2ഉം ഒക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറും. നമ്മൾ PRP എടുത്തു കഴിഞ്ഞാൽ സാധാരണ പഠനങ്ങൾ കാണിക്കുന്ന ഏറ്റവും നല്ല റിസൾട്ട് കാണിക്കുന്നത് ഈ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. പഠനങ്ങളെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ട് പറയുന്നത് എവിഡൻസ് വെച്ച് പറയുകയാണെങ്കിൽ, എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഈ ചികിത്സ ഫലപ്രദമാണെന്ന് ചെക്ക് ചെയ്യുന്ന സംഭവമാണ് എവിഡൻസ്. എവിഡൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അപ്കമിങ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇത് ചികിത്സ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പഠനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് വന്ന 2021, 2022 വരുന്ന പഠനങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് വരുന്നത്. തുടക്കത്തിലുള്ള സ്റ്റേജ് 1, 2 ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേജ് 3 ആകുമ്പോൾ നമുക്ക് കുറച്ച് 50-50, അതായത് മിക്ക ആൾക്കാർക്കും റിസൾട്ട് ഉണ്ടാവും. പക്ഷേ പൂർണ്ണമായിട്ട് ആയിക്കൊള്ളുന്നില്ല, പഴയ രീതിയിൽ ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല. പക്ഷേ എങ്കിലും ഓപ്പറേഷൻ ഇല്ലാതെ നമുക്കതൊരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും. സ്റ്റേജ് 4 എന്ന് പറയുന്നത് ബോൺ ആൻഡ് ബോൺ, അതായത് എല്ല് തമ്മിൽ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള സ്റ്റേജിൽ PRPക്ക് വലിയൊരു റോളില്ല. അത് PRP ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് കാരണം ഓൾറെഡി കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള ഒരു ടിഷ്യൂ അവിടെ ഇല്ലാത്തത്തോളം നമുക്കത് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 മുതൽ 3 വരെയുള്ള സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ഇതിന് റിസൾട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ലിഗമെന്റിന്റെയും മറ്റുള്ള പരിക്കുകൾ. അപ്പോൾ അതിൽ കംപ്ലീറ്റ് വിട്ടുപോയ ലിഗമെന്റ്സ് ഒരിക്കലും PRPയിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ലിഗമെന്റ് പരിക്ക് പറ്റി അതിന്റെ കണക്ഷൻ തന്നെ വിട്ടുപോയി അകന്നു പോയതാണെങ്കിൽ അത് ഒരിക്കലും തിരിച്ച് ജോയിൻ ചെയ്യില്ല. നേരെ മറിച്ച് നമുക്ക് പാർഷ്യൽ ടയർ എന്ന് പറയും, അത് പകുതി പൊട്ടിക്കിടക്കുന്ന ലിഗമെന്റ്സിൽ നമ്മൾ നേരിട്ട് അവിടെ PRP കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാർ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞു, എന്നാലും ഒരു കൺഫർമേഷന് വേണ്ടി ചോദിക്കുകയാണ്, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതിന്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്,
നിങ്ങൾക്ക് നിഷാദ് സാറെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടുന്നതാണ്. നമുക്ക് ഏതായാലും സാറെ ബാക്കി കാര്യങ്ങൾ എടുക്കാം. ഈ പറഞ്ഞ അപ്പോൾ നിങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിനിൽ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന, അപ്പോൾ ഏതൊരു ആളോട് ചോദിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ അത് സ്വന്തം രക്തകോശങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം. അത് ആ രീതിയിലുള്ള അത് പാർശ്വഫലങ്ങളായിട്ടില്ല. പക്ഷേ ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് നമ്മൾ PRP മറ്റുള്ള ഒരു ചികിത്സാ രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല. അത് നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ മുട്ടിന് വേദനയും നീരും വന്നു നേരിട്ടൊരു ഇഞ്ചക്ഷൻ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുത്തു, അപ്പോൾ പെട്ടെന്ന് വേദന മാറി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് രോഗിക്ക് കാണാൻ പറ്റും ആ വേദന മാറിയല്ലോ. പക്ഷേ PRP ആ രീതിയിലല്ല. കാരണം വെച്ചാൽ ഇവിടെ റീജനറേറ്റീവ് മെഡിസിനിലെ പ്രധാനപ്പെട്ട ഘടകം വെച്ചാൽ നമ്മൾ റിപ്പയർ ചെയ്യാണ്. അപ്പോൾ റിപ്പയർ ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള കാലതാമസം എടുക്കും. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മെല്ലെ മെല്ലെ അത് റിപ്പയർ ആയിട്ട് വരണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്ത ഉടനെ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് അവിടെ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ എല്ലാ കോശങ്ങളും കൂടി അവിടെ വരും റിപ്പയർ ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് അവിടെ നീർക്കെട്ട് വരും, വേദന കൂടും. അപ്പോൾ ആദ്യമുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ച് വേദന കൂടും തുടക്കത്തിൽ. അപ്പോൾ ആ റിപ്പയറിങ് നടക്കുന്നതിനനുസരിച്ച് പിന്നീട് വേദന കുറഞ്ഞു വരികയാണ്. അപ്പോൾ സാധാരണ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വേദന, കുറച്ച് നീർക്കെട്ട്, ചെറിയൊരു പനി പോലെയുള്ള ഫീലിംഗ് ഒക്കെ ആദ്യത്തെ 2-3 ദിവസത്തേക്ക് വരും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും പ്രധാന ഘടകം വെച്ചാൽ നമുക്ക് എല്ലാ പെയിൻ കില്ലറും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള വേദന സംഭരണങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ആ സമയത്തേക്ക് കൊടുക്കുകയും ചെയ്യും. അതല്ലാതെ ഒരു മേജർ സൈഡ് എഫക്ട് ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, ഇതും സൈഡ് എഫക്ട് എന്ന് പറഞ്ഞൂടാ, ഒരു ഇഫക്റ്റിന്റെ ഒരു ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന രീതിയാണ്, രൂപം തന്നെയാണ് സ്റ്റേജ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊരു ബുദ്ധിമുട്ടായിട്ട് രോഗിക്ക് ഒരു പ്രശ്നമായിട്ട് വരാനോ അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാർ ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് മാറണമെന്ന് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു റീജനറേറ്റീവ് മെഡിസിൻ വന്നിട്ട് കാര്യമില്ല. മിനിമം 2-3 മാസം അത് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടാൻ എടുക്കും. അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള ക്ഷമയോടുകൂടി നമ്മൾ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പല സ്ഥലങ്ങളിലും ഈ PRP അല്ലെങ്കിൽ PRP ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. എന്നിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാർ പെടുകയാണ്. അത് ചെറിയൊരു വേദനമായിട്ട് പോകും, പക്ഷെ അത് പിന്നീട് അതിൻ്റെ അവസാനം കാലിന് ഭയങ്കരമായിട്ട് നടക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലേക്ക് ആളുകൾ എത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ PRP ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ചു, റീജനറേറ്റീവ് മെഡിസിൻ വേണമെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ എടുക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ ക്വാളിറ്റി. അതായത് നമ്മൾ എടുക്കുന്ന എങ്ങനെയാണ് ഈ പ്ലേറ്റ്ലെറ്റ്, നമ്മൾ പറഞ്ഞല്ലോ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആണ്, പ്ലേറ്റ്ലെറ്റ് എങ്ങനെയാണ് തരംതിരിച്ചെടുക്കുന്നത് ആ രീതി അത് പ്രധാനമാണ്. അതായത് അത് കൃത്യമായിട്ട് പല രീതിയിൽ മാർക്കറ്റിൽ പല രീതിയിലുള്ള കിറ്റുകൾ അവൈലബിൾ ആണ്, ടെസ്റ്റ് ട്യൂബ്സ് അവൈലബിൾ ആണ്, ഇത് ചെയ്യാനുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനനുസരിച്ച് റിസൾട്ട് മാറും. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ടൈംസ്, നമ്മളെ ബ്ലഡിൽ 2 lakhs ആണെങ്കിൽ നമുക്കൊരു 10 lakhs എങ്കിലും പ്ലേറ്റ്ലെറ്റ് വരണം. അപ്പോഴാണ് റിസൾട്ട് പൂർണ്ണമായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് കൗണ്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് എടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നന്നാവുള്ളൂ. അത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻസ് ആയിരിക്കണം. അതുകൂടാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം. നമ്മൾ അതിനുള്ള ലാമിനാർ ഫ്ലോ സെറ്റപ്പ് ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുന്ന രീതി, അതായത് എങ്ങനെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൃത്യമായിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തു, പക്ഷെ അത് എങ്ങനെ അവിടെ എത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം പ്രധാനമാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ലിഗമെന്റ് പരിക്ക് പറ്റിയ ഭാഗത്ത് കൊടുക്കണം, കാർട്ടിലേജ് പരിക്ക് പറ്റിയ ഭാഗത്ത് കൊടുക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അത് എങ്ങനെ അവിടെ എത്തിക്കും? അപ്പോൾ നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പകുതി വേറെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു പ്രശ്നമുള്ള ഭാഗത്ത്, അതായത് എവിടെയാണോ പരിക്കുള്ള അവിടെ എത്തുന്ന രീതിയിൽ ചെയ്യേണ്ടത്. അത് നമുക്ക് ഇമേജ് ഗൈഡൻസ് എന്ന് പറയും. അപ്പോൾ അൾട്രാസൗണ്ട് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ടാണ്. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, ഏത് ലിഗമെൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് ജോയിൻ്റ് ആണ്, അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അൾട്രാസൗണ്ട് ഗൈഡഡായിട്ടും അല്ലാതെയും കൊടുക്കുന്നതിനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, അല്ലാതെ കൊടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളൊരു ഏകദേശം ഒരു രൂപത്തിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ പകുതി പുറത്തായിരിക്കും, പകുതി ഉള്ളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതെന്താ വെച്ചാൽ അൾട്രാസൗണ്ട് ഗൈഡൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായി ടാർഗറ്റഡ് ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സൈഡ് എഫക്റ്റും കുറവായിരിക്കും. നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന സ്ഥലത്തല്ലാതെ വേറെ എവിടെയും പോയി ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലല്ലാതെ കൃത്യമായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള മെച്ചം ബെറ്റർ ആയിരിക്കും. ഏതായാലും നമുക്ക് ഒരു PRP ചെയ്യുന്ന ഒരു വീഡിയോ, അതായത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത് എന്നുള്ളത് ഒരു വീഡിയോ നമുക്ക് ഇതിന്
നമ്മൾ കണ്ടത് ഒരു PRP എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലോ കാര്യങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡോക്ടർ നിഷാദ് സാറെ ബുക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഏത് തരം വേദന ആണെങ്കിലും, കാൽമുട്ട് വേദന അല്ലെ ഊരവേദന അങ്ങനെ തുടങ്ങിയുള്ള ഏത് തരം വേദനകൾ ഉണ്ടെങ്കിൽ ആളുകളാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സാറ് അത് നിങ്ങൾ കൃത്യമായിട്ട് അതിന് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഏതായാലും നമുക്ക് 1-2 ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് ഈ റീജനറേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ PRP ചെയ്യുന്ന ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് PRP ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ PRP ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ വിഷയങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞു ഏത് സ്റ്റേജിലാണ് നമ്മൾ PRP ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്യാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കേണ്ടതാണ്. ഒന്നാമത്തെ വെച്ചാൽ ഇവർ വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരിക്കും. അതായത് NSAIDs എന്ന് പറഞ്ഞ നമ്മൾ വേദനയും നീർക്കെട്ടും കുറയുന്ന രീതിയിലുള്ള മെഡിസിൻ കഴിക്കുന്ന സമയത്ത് PRP ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തത് സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും PRP ചെയ്താൽ ഫലപ്രദമാവില്ല. സ്റ്റീറോയിഡ് ഇതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റീറോയിഡ് കഴിക്കുന്ന ആൾക്കാർ 2 ആഴ്ച മുന്നേ സ്റ്റോപ്പ് ചെയ്യണം. ഈ വേദന സംഹാരികൾ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗ് ലെക്കോസ്പ്രിൻ പോലെയുള്ള മെഡിസിൻ കഴിക്കുന്നവർ 2 ദിവസം മുന്നേ, അതായത് 48 മണിക്കൂർ മുന്നേ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എക്കോസ്പ്രിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സാധാരണ 2 ദിവസം മുന്നേ നിർത്തി പ്രൊസീജിയർ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാത്ത ആളുകൾ പെയിൻ കില്ലർ ആയിട്ടുള്ള മെഡിസിൻസ് ഒരിക്കലും ഈ PRP ചെയ്യുന്ന പീരീഡിൽ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റീറോയിഡ് അല്ലെങ്കിൽ പെയിൻ കില്ലർ. കാരണം വെച്ചാൽ അത് ഈ PRPയുടെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ വേദന എങ്ങനെ സഹിക്കണമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെടുക്കാൻ പറ്റില്ല, പെയിൻ കില്ലർ എടുക്കാൻ പറ്റില്ല, വേദന ഉണ്ടാവില്ല. അപ്പോൾ വേദന മാറ്റാൻ വേണ്ടി നമുക്ക് പാരസെറ്റമോൾ അല്ലെങ്കിൽ ട്രമഡോൾ പോലെയുള്ള നീർക്കെട്ട് പോകാത്ത രീതിയിലുള്ള വേദനയുടെ മെഡിസിൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ 5 ദിവസത്തേക്ക് വേദന കുറയാനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടുതൽ കൊടുക്കും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ ഉള്ള ഭാഗത്ത് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് വേദന നീർക്കെട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ, അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഐസ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഐസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേദനയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറയും. ആ ഐസ് വെക്കുക, ഞാൻ കൊടുത്തിട്ടുള്ള വേദന സമയങ്ങളിൽ കഴിക്കുക. അപ്പോൾ എന്നിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് കൊടുക്കണം. 4-5 ദിവസത്തേക്ക് റെസ്റ്റ് വേണ്ടി വരും. കാരണം പെയിനും കാര്യങ്ങളൊക്കെ ഒരു 3-4 ദിവസത്തേക്ക് കൂടുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനുശേഷം നോർമൽ കാര്യങ്ങളെല്ലാം അവർക്ക് സ്റ്റാർട്ട് ചെയ്യുക, നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസും കാര്യങ്ങളും അതും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ PRPയിൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമ്മളെ മുട്ടുവേദന മാത്രമല്ല, അതിനിടയിൽ വേറെ എന്തൊക്കെ ചികിത്സകൾ നമ്മൾ ഈ PRP ഉപയോഗിക്കാൻ പറ്റും? അതായത് റീജനറേറ്റീവ് മെഡിസിൻ ഇപ്പോൾ മുട്ടുവേദനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. റീജനറേറ്റീവ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വരുന്ന ഒരു അസുഖം മുട്ടുവേദനയാണെന്ന് പറയാം. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീജനറേറ്റീവ് ആണ്. അതായത് നമ്മൾ എവിടെയാണോ പരിക്കുള്ളത് അവിടെ റിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിഗമെന്റ്സ് പരിക്കുകൾ പറ്റുകയാണ്. അപ്പോൾ ഷോൾഡറിന്റെ ലിഗമെന്റ്സിന് പരിക്ക് പറ്റുക, അല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ലിഗമെന്റ്സിന് പരിക്ക് പറ്റുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇതേ ചികിത്സ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ ജോയിൻറ്റ്സ് ഏതാണെങ്കിലും, അത് മുട്ട് മാത്രമല്ല, മറ്റുള്ള ഹിപ്പ് ജോയിന്റ് ആണെങ്കിലും ഷോൾഡർ ജോയിന്റ് ആണെങ്കിലും മറ്റുള്ള ജോയിന്റിന് എല്ലാ തേയ്മാനത്തിനും നമുക്ക് ഈ PRP ട്രീറ്റ്മെന്റ്, അത് ഏത് സ്റ്റേജ് ആണെന്നുള്ള, തുടക്കത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല റിസൾട്ട് ഉണ്ടാവും. ആ സ്റ്റേജിനനുസരിച്ചാണ്, അത് ഏത് തേയ്മാനാണെങ്കിലും അങ്ങനെയാണ്. അതുകൂടാതെ നമുക്ക് ചില ടെൻഡിനോപ്പതീസ് ഉണ്ട്. അതായത് നമ്മൾ ടെന്നീസ് എൽബോ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. ടെന്നീസ് എൽബോയ്ക്ക് PRP ചികിത്സ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ വന്നിട്ടുള്ള ടെന്നീസ് എൽബോയിലാണ്. ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ടെന്നീസ് എൽബോ. അതുപോലെ തന്നെ പ്ലാന്റാ ഫേഷ്യേറ്റിസ്, അതായത് കാലിൻ്റെ ഉപ്പൂറ്റി വേദന, അതുപോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഓവർ യൂസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ടെൻഡൻ്റെയും അതിലെ ലിഗമെൻസിൻ്റെയും പെയിനെല്ലാം നമുക്ക് PRP ചികിത്സ ഫലപ്രദമാണ്. അത് പല ആളുകളും ഈ മുട്ടുവേദന മാറില്ല, അല്ലെങ്കിൽ തുടക്കത്തിലെ ഒന്ന് തീരെ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് അവസാനത്തെ സാറ് പറഞ്ഞ പോലെ ഈ സ്റ്റേജ് 4 എത്തിപ്പോകുന്നത്. അപ്പം അവര് കൃത്യമായിട്ട് അതൊന്ന് മുട്ടുവേദന വരികയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നടത്തുക. നമ്മൾ വീട്ടിൽ നിന്ന് ബാമോ കാര്യങ്ങളോ പരട്ടി അഡ്ജസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ട് അതിനുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ നടത്തിയാൽ തുടക്കത്തിലെ നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടും വരാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു മുട്ടുവേദന മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അത് PRP മാത്രമായിരിക്കില്ല, ഏത് ചികിത്സ ആണെങ്കിലും തുടക്കത്തിൽ PRP തന്നെ ആവശ്യം വരില്ല. ചെറിയ ചികിത്സയിലൂടെ തന്നെ നമുക്ക് ഈ വേദനകളൊക്കെ, ഈ തേയ്മാനത്തിൻ്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ മുട്ടിൻ്റെ തേയ്മാനാണെങ്കിൽ സ്റ്റാർട്ടിങ് ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ മാത്രമേ പെയിൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മാത്രമേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ എന്തെങ്കിലും പെയിൻ കില്ലർ എടുത്ത് വയ്ക്കും. പെയിൻ കില്ലർ പെട്ടെന്ന് മാറും. അപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റേജ് ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും വേദന കുറയുന്നതുകൊണ്ട് നമ്മളത് നെഗ്ലക്ട് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തീരെ ഇരിക്കാനും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുക. അപ്പോഴത്തേക്കും സ്റ്റേജ് 4 എത്തിയിട്ടുണ്ടാവും. അതാണ് സാധാരണ കാണുന്നത്. അപ്പോൾ നേരത്തെ നമ്മളത് ട്രീറ്റ് ചെയ്യുക, അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരുപാട് എക്സസൈസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും തുടക്കത്തിലാകുമ്പോൾ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ചികിത്സ ചെയ്യാം. നമ്മൾ ഈ PRP ചെയ്യുന്നത് പല ആളുകൾക്കും PRP ചെയ്യാൻ അല്ലെ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവരൊക്കെ പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റാണ്.
ഇത് പിന്നെ സാധാരണക്കാർക്ക് താങ്ങോ അല്ലെങ്കിൽ വലിയ പേയ്മെന്റ് വരുന്നതാണോ എങ്ങനെയാണ്? നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്റ്റെം സെൽ തെറാപ്പിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് വളരെ കോസ്റ്റ് കുറവാണ്. അതിൽ തന്നെ ഒരുപാട് കിറ്റുകളുണ്ട്, കൊമേഴ്ഷ്യൽ കിറ്റുകളുണ്ട്. നമ്മൾ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ചില കൊമേഴ്ഷ്യൽ കിറ്റ് ഭയങ്കര ഹൈ കോസ്റ്റിൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ PRP പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ രോഗികൾക്ക് വലിയ കുഴപ്പമില്ലാതെ വലിയൊരു കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് അഡ്മിഷൻ ആവശ്യമില്ല. PRP ട്രീറ്റ്മെന്റ് ഡേ കെയർ പ്രൊസീജിയർ. അപ്പോൾ രാവിലെ വന്നിട്ട് ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയർ. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ കിടക്കുകയോ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കോസ്റ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ കളയുന്ന വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കോസ്റ്റ് വളരെ തുച്ഛമായിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ റീജനറേറ്റീവ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാറ് സംസാരിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ ഏത് അസുഖമാണെങ്കിലും, അസുഖം മാത്രമല്ല നമ്മളെ വേദനകളൊക്കെ നമ്മൾ തുടക്കത്തിലേ ഒന്ന് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും നമുക്കതൊരു യങ് ആയിട്ട് തന്നെ നമ്മളെ ശരീരം കൊണ്ട് നടക്കാൻ പറ്റും. അതിന് വേണ്ടതെന്ന് വെച്ചാൽ വേദനകൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതല്ല, വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ എടുത്താൽ നമുക്കത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഡോക്ടർ നിഷാദ് സാറെ കൺസൾട്ടേഷന് വേണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും. നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നേരം നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ തന്ന ഡോക്ടർ നിഷാദ് സാറിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.